വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 ആണ്. മുമ്പത്തെ സെഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാക്ടറീസ് ആക്ട്, അതുപോലെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫാക്ടറിയിലുള്ള തൊഴിലാളികൾക്കുള്ള അവരുടെ സുരക്ഷയും അവരുടെ സംരക്ഷണവും അതിലപ്പുറം അവരുടെ ക്ഷേമവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ടോപ്പിക്സാണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം, എന്തൊക്കെയാണുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനാണ് കാണുന്നത്. പിന്നെ അതിനുശേഷം അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ത് ലക്ഷ്യത്തിലാണ് ഇങ്ങനൊരു ആക്ട് വന്നിട്ടുള്ളത്, പിന്നെ അതിൻ്റെ സ്കോപ്പ്, ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ്, പിന്നെ അതോടൊപ്പം ചില കീ ഡെഫിനിഷൻസ് ഉണ്ട് ഈ ആക്ടിൽ വരുന്നത്. അപ്പം ഓരോന്നിൻ്റെ പരിധികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. സോ ഫസ്റ്റ് 1948 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സിക്നെസ്, അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പ്രസവത്തിൻ്റെ ലീവ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ തൊഴിലിൻ്റെ സമയത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുക, ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന അപകടങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു തരം അവർക്ക് സംരക്ഷണം എന്നതിലുപരി സാമ്പത്തികമായിട്ടൊരു സഹായമാണ് പ്രധാനമായിട്ടും ഈ ഒരു ESI ആക്ടിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം 1944 ഡിസംബറിലാണ് പ്രൊഫസർ ബി പി ആധാർക്കർ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിലാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിലും 1948 മാത്രമാണ് ഈ ആക്ട് നിലവിൽ വന്നത്. ഇറ്റ് ഈസ് എൻഫോഴ്സ്ഡ് ഓൺ 19th April 1948. ഓക്കെ, ഈ ആക്ട് എന്ന് പറയുന്നത് ഹോൾ ഓഫ് ജമ്മു കാശ്മീർ അടക്കം ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും ബാധകമായിട്ടുള്ള ആക്റ്റാണ്. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ദ ബേസിക് ഒബ്ജക്റ്റീവ് ഇസ് ടു ബ്രിങ് അബൌട്ട് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ അതായത് സാമൂഹികമായിട്ടുള്ള ഒരു അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു പരമാവധി ഒരു തുല്യത കൊണ്ടുവരിക എന്നുള്ളത്, ഒരു തുല്യത അല്ലെങ്കിൽ ഒരു നീതി നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്ട് നിലവിൽ വന്നത്. അതായത് ഇപ്പം നമുക്കറിയാം ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ഫിനാൻഷ്യലി ബാക്ക്വേർഡുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദിവസം വേതനങ്ങൾക്ക് പോകുന്ന ആളുകളായിരിക്കും. അവർ ദിവസം ജോലിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ ഒരു ഉപജീവനം തന്നെ പക്ഷെ ഒരു കുടുംബത്തിൻ്റെ തന്നെ ഉപജീവനം പോലും അവിടെ തടയപ്പെടുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായിട്ടും ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. അതായത് അവർക്ക് എന്തെങ്കിലും അസുഖം കാരണം, ഇപ്പോൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട അസുഖമാണെങ്കിലും അല്ലെങ്കിലും ശരി, അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ജെനുവിനായിട്ടുള്ള ഒരു അസുഖം കാരണമാണ് അവർക്ക് ജോലി എടുക്കാൻ പറ്റാത്തതെങ്കിൽ അവർക്ക് അതിനെക്കൊണ്ട് സാമ്പത്തികമായി വലിയൊരു നഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ അവരെ കവർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു അർത്ഥത്തിലാണ് ഈ ഒരു ആക്ട് വന്നിട്ടുള്ളതെന്നാണ്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും അവരുടെ ക്ഷേമം, പൊതുവിലുള്ള അവരുടെ സാമ്പത്തിക ക്ഷേമമാണ് ഈ ആക്ടിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ അസുഖങ്ങളും അതുപോലെ തന്നെ മെറ്റേണിറ്റി കാര്യങ്ങളും, എംപ്ലോയ്മെൻറ്റ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്ത് വെച്ച് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന അപകടങ്ങൾ, ചെറിയ ആക്സിഡൻസ് ഒക്കെ ആണ് ഇതിൽ പ്രധാനമായിട്ടും കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് എ മെക്കാനിസം ഫോർ ദ എബോവ് മെൻഷൻഡ് എന്ന് പറഞ്ഞാൽ ഈ മേലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. അതായത് ഇപ്പം വെറുതെ ഒരാൾ, നിങ്ങൾക്ക് അറിയാലോ, വെറുതെ ഒരാൾ ഇങ്ങനെ ഇഞ്ചുറി സംഭവിച്ചാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു പോയാൽ ഒരിക്കലും അതൊന്നും യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ എല്ലാ ആളുകളും ചെയ്തുകൊള്ളുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ലീഗലി ഒരു ആക്ട് ഒരു ഗവൺമെൻറ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് പിന്നെ എല്ലാവരുടെ മേലും ഒരുപോലെ നിർബന്ധമായി. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഇതിങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്? സ്കോപ്പ് അറ്റ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് ദ ആക്ട് അപ്ലൈസ് ടു ഓൾ ദ ഫാക്ടറീസ് യൂസിങ് പവർ ആൻഡ് എംപ്ലോയിങ് 20 or more persons or on wages. അതായത് പവർ ഉപയോഗിക്കുകയും എന്നിട്ട് 20-ൽ കൂടുതൽ ആളുകളെ എംപ്ലോയ് ചെയ്യിക്കുന്ന ഒരു ഫാക്ടറിയിലാണ് ആദ്യമായിട്ട് ഇത് എന്ത് ചെയ്തിട്ടുള്ളത് പറയുന്നത്, ഇത് ഇനാക്ട് ചെയ്യപ്പെട്ടത്, ഈ ആക്ട് പാസ്സാക്കിയിട്ട് നടപ്പിലാക്കപ്പെട്ടത് അവരുടെ മേലാണ്. പക്ഷേ സബ്സിക്വൻ്റ്ലി ഒരുപാട് ഗ്രൂപ്പ്സിനെയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ കാണാണ്. ഒന്നാമത്തെ എന്താണ് പിന്നെ പറയുന്നത്? സ്മോളർ പവർ യൂസിങ് ഫാക്ടറി എംപ്ലോയിങ് 10 to 19 എംപ്ലോയീസ്. അപ്പം പവർ യൂസ് ചെയ്യുന്ന തന്നെ 20 അതിൽ കൂടുതലുള്ളതാണ് നേരത്തെ നമ്മൾ ആദ്യമായിട്ട് ഈ ആക്ടിൻ്റെ പരിധിയിൽ വന്നതെന്ന് പറഞ്ഞു. പിന്നെന്താക്കി, പവർ യൂസ് ചെയ്യുന്നത് തന്നെ, എന്നാൽ
20-ൽ കുറവ് എന്നാൽ 10-ൽ കൂടുതൽ, അതായത് 10ഉം 19ഉം വരെ വരുന്ന ആളുകളെയും എന്താക്കി ഈ ഒരു പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോൺ പവർ യൂസിങ് ഫാക്ടറീസ് എംപ്ലോയിങ് 20 or more person. ഇനി പവർ യൂസ് ചെയ്യാതെ, അതായത് ഇലക്ട്രിസിറ്റീൻ്റെ യൂസേജ് വരാതെ 20-ൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനം, ഫാക്ടറി ആണെങ്കിൽ അവരും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, തീർന്നിട്ടില്ല. പിന്നെ എന്തൊക്കെയാണ്? ഷോപ്സ് ഉണ്ട്, സാധാ ഷോപ്സ്, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, സിനിമാസ് ഇൻക്ലൂഡിംഗ് പ്രിവ്യൂ തിയേറ്റേഴ്സ്, newspaper establishments and road motor transport undertaking employing 20 or more persons. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഈ പറയുന്ന 20-ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലും ഒക്കെ തന്നെ മിലിറ്ററി ഫോഴ്സസ്, ആംഡ് ഫോഴ്സസ് ഒന്നും ഇതിൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്നുള്ളത് നമ്മൾ മുമ്പ് ഫാക്ടറീസ് ആക്ടും അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഈ ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സ്, ഇന്ത്യൻ നേവൽ ഫോഴ്സ്, ആംഡ് ഫോഴ്സ് ഒക്കെ ഇതിൽ പെടുന്നല്ല, അവരുടെ റെയിൽവേ റണ്ണിങ് ഷെഡൊക്കെ ഇതിൽ എക്സെപ്ഷനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അതൊക്കെ അതുപോലെ തന്നെ ബാധകമാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കബിലിറ്റിയാണ്. അതിൽ ഫസ്റ്റ് കീ ഡെഫിനിഷൻസ്, എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും പരിധികളെ, എന്തൊക്കെയാണ് ഓരോന്നും കൃത്യമായിട്ട് മീൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് എന്താണ്? എംപ്ലോയി. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 subsection 9 എന്താണ് എംപ്ലോയി എന്ന് പറയുന്നത്? The term employee refers to any person employed on wages in or in connection with the work of a factory or establishment to which act applies. അപ്പം ഏതെങ്കിലും ഒരാൾ അയാൾ വേജസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വേജിന് അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട, ആ ഫാക്ടറിയുടെ പ്രധാന ഫംഗ്ഷൻ എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയിൽ, ഒന്നെങ്കിൽ ആ ജോലിയിൽ തന്നെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ജോലിയിൽ പോലും വർക്ക് ചെയ്യുന്ന, വേജസിന് വർക്ക് ചെയ്യുന്ന ഏതൊരാളെയും എന്തെന്ന് വിളിക്കാം നമുക്ക്? ഈ ആക്ട് പ്രകാരം നമുക്ക് എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടാമത് പിന്നെ എന്തൊക്കെ തരം എംപ്ലോയീസ് ആണ് എന്നുള്ളതിനൊക്കെ പറ്റി കുറച്ചും കൂടി കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്ക് തരികയാണ്. എന്താണ്? ഇൻക്ലൂഡ്സ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ക്ലറിക്കൽ, മാനുവൽ, ടെക്നിക്കൽ ആൻഡ് സൂപ്പർവൈസറി ഫംഗ്ഷൻസ്. അപ്പോൾ ക്ലറിക്കൽ വർക്കാണെങ്കിലും, മാനുവൽ ഫിസിക്കൽ ലേബറുള്ള വർക്കാണെങ്കിലും, ടെക്നിക്കൽ വർക്കാണെങ്കിലും, സൂപ്പർവൈസറി വർക്കാണെങ്കിൽ പോലും ഇതിൽ പെടും എന്നുള്ളതാണ്, എംപ്ലോയി എന്നുള്ള കാറ്റഗറിയിൽ പെടും എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തേതാണ് ഇവിടെ വളരെ ക്രൂഷ്യലായിട്ടൊരു പോയിന്റ്, അതായത് ഓൾ ESI ആക്ടിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടൊരു പോയിന്റാണ് മൂന്നാമത്തെ പോയിന്റ്. എന്താണ് പറയുന്നത്? പേഴ്സൺസ് ഹൂസ് റെമ്യൂണറേഷൻ ഡസ് നോട്ട് എക്സീഡ് 21,000 per month are covered under this act. ഇപ്പോൾ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂഡിങ് ദ റെമ്യൂണറേഷൻ ഫോർ ഓവർ ടൈം വർക്ക്. അപ്പോൾ ഓവർ ടൈം വർക്കിൻ്റെ കൂട്ടൂല. ഓവർ ടൈം വർക്ക് ചെയ്തതുകൊണ്ട് ഒരാൾക്ക് 22,000 ആയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. ഓക്കെ, ഓവർ ടൈം ഒന്നും അല്ലാണ്ട് സാധാരണ ഒരാൾക്ക്, ഓവർ ടൈമിൻ്റെ ഒന്നും നോക്കാതെ സാധാരണ ഒരാൾക്ക് 21,000 വരെ സാലറി അല്ലെങ്കിൽ വേജ് കിട്ടുന്ന ഒരാൾ, മാസത്തിൽ കിട്ടുന്ന ഒരാളെയാണ് ഈ ആക്ട് കവർ ചെയ്യുന്നത്. അതായത് എനിക്ക് 22,000 അല്ലെങ്കിൽ 25,000 രൂപ വേജ് സാലറി വാങ്ങുന്ന ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് എന്ത് ബാധകമല്ല? ഈ ESI ആക്ട് ബാധകമല്ല. ഇതിലുള്ള ഒരു പ്രൊട്ടക്ഷനും ഒരു കവറേജും ഒന്നും ആർക്കും കിട്ടില്ല, എനിക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ 21,000 രൂപയിൽ താഴെ മാത്രം മാസക്കൂലി വാങ്ങുന്ന ആളുകൾക്കാണ്, എംപ്ലോയീസിനാണ് ഈ ഒരു ആക്ട് ബാധകമായിട്ടുള്ളത്. അവർക്കാണ് ഇതിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുക. ഓക്കെ, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ 21,000 എന്താണ്? ഓവർ ടൈം ഒന്നും കൂടിയതല്ല, ഓവർ ടൈം ഒന്നും ഇല്ലാതെ സാധാരണ 21,000. ഇപ്പം ഞാനിപ്പം 21,000 വാങ്ങുന്ന ഒരാൾ, 20,000 രൂപ വാങ്ങുന്ന ഒരാളാണ്. ഈ മാസം ഒരു 2 ദിവസം ഓവർ ടൈം പണി ഞാൻ എടുത്തതിൻ്റെ പേര് എനിക്ക് 22,000 രൂപ കിട്ടി. പക്ഷേ അപ്പോഴും ഞാൻ എന്തിലും പെടും? ഈ ആക്ടിൽ പെടും. കാരണം എൻ്റെ ബേസിക് വേജ് എന്താണ്? 21 ഓവർ ടൈം അതോടുകൂടി മാത്രമാണ് എനിക്ക് 2,000 രൂപ എക്സ്ട്രാ കിട്ടി 22,000 ആയത്. അപ്പോൾ ഞാൻ അതിൽ പെടുന്ന ആൾ തന്നെയാണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ? ഇൻക്ലൂഡ്സ് കാഷ്വൽ and temporary employees, technical, non-technical employees, time rate and piece rate employees, directly employed and indirectly employed. അപ്പം ടൈം റേറ്റിനാണെങ്കിലും, ടൈം റേറ്റ് പീസ് റേറ്റ് നിങ്ങൾ പഠിച്ചതല്ലേ അല്ലേ? ലൈക്ക് സമയത്തിനനുസരിച്ച് കൂലി കൊടുക്കുന്നതിന് ടൈം റേറ്റ് എന്ന് പറയും, എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കൂലി കൊടുക്കുന്നതിന് പീസ് റേറ്റ് എന്ന് പറയും. അതേപോലെ ടെക്നിക്കൽ ആണെങ്കിലും, നോൺ ടെക്നിക്കൽ ആണെങ്കിലും, കാഷ്വൽ ആണെങ്കിലും, ടെമ്പററി ആണെങ്കിലും, അങ്ങനെ എല്ലാ തരം എംപ്ലോയീസും, ഡയറക്ട്ലി എംപ്ലോയിഡ് ആൻഡ് നോൺ ഡയറക്ട്ലി എംപ്ലോയിഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഫാക്ടറിയിൽ ഡയറക്റ്റായിട്ട് എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചില ആളുകൾ, ഒരു ഫാക്ടറിയുടെ ഡയറക്റ്റ് എംപ്ലോയീസ് ആയിരിക്കും, അവിടെ സ്ഥിരമായിട്ട് ഫാക്ടറിൻ്റെ ഉള്ളിൽ വന്ന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ചില ആളുകൾ അങ്ങനെ ആയിരിക്കില്ല. ചില ആളുകൾ ഇപ്പോൾ ഫാക്ടറിയുടെ ആൾക്കാർ തന്നെ ആയിരിക്കും, പക്ഷേ അവരുടെ വർക്ക് ചിലപ്പോൾ ഫാക്ടറിയുടെ പ്രിമൈസിൻ്റെ പുറത്തായിരിക്കും. അതായത് സാധനം കൊണ്ടുവരിക, ഇപ്പോൾ എപ്പോഴും ഇപ്പോൾ ഒരു ഫാക്ടറിക്ക് ഒരു ലോറി ഉണ്ട്, അതിനൊരു ഡ്രൈവർ ഉണ്ട്, അയാൾ ചിലപ്പം സ്ഥിരമായിട്ട് പുറത്തായിരിക്കും. അപ്പോൾ ഫാക്ടറിയുടെ പ്രിമൈസിൻ്റെ ഉള്ളിലായിരിക്കില്ല. പക്ഷേ ഇഫ് ഹീ സ്റ്റിൽ അണ്ടർ ദ കൺട്രോൾ ഓഫ് എ സൂപ്പർവൈസർ ഓഫ് ദ ഫാക്ടറി, അതാണ് പിന്നെ പറയുന്നത്. അതായത് അയാളുടെ കോൺട്രാക്ടറുടെ സൂപ്പർവിഷനിലുള്ള ആളാണ് അയാളെങ്കിൽ അയാളും ഇതിൽ പെടും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഇറ്റ് ഓൾസോ കവേഴ്സ്
Administrative staffs and person engaged in purchase of raw materials or the distribution or sale of products and similar or related functions. അതായത് ഇത് സാധാരണ ഈ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഈ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട മാനുവൽ വർക്കർ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാതരം ലൈക്ക് ടെക്നിക്കൽ ആണെങ്കിലും നോൺ ടെക്നിക്കൽ ആണെങ്കിലും സൂപ്പർവൈസറി ആണെങ്കിലും ഒക്കെ ഇപ്പോൾ പർച്ചേസിന് പോകുന്ന ഒരാളാണ്, അയാൾ ചിലപ്പോൾ എപ്പോഴും ഫാക്ടറിയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ പോലും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ് ഒക്കെ 21,000 രൂപ ഇതിൽ കുറവാണ് അയാളുടെ മാസക്കൂലിയെങ്കിൽ അവരൊക്കെ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ജനറലി ഒട്ടുമിക്ക എല്ലാവരും പെടും എന്നാണ് പറയുന്നത്. പക്ഷേ 21,000 രൂപയിൽ കുറവായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഒരു കീ ആയിട്ടൊരു പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വേജസിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. വാട്ട് ഇസ് വേജസ്? സോ വേജസ് മീൻസ് ഓൾ റെമ്യൂണറേഷൻ പെയ്ഡ് ഇൻ ക്യാഷ് ഇഫ് ദ കോൺട്രാക്റ്റ് ആർ ഫുൾഫിൽഡ്. അപ്പം എല്ലാ കോൺട്രാക്റ്റും എംപ്ലോയ്മെൻറ്റിൽ പെടുന്ന എല്ലാ കോൺട്രാക്ട്സിലെ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് റെമ്യൂണറേഷനായിട്ട് കിട്ടുന്നതിന് നമ്മൾ വേജസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പ്രത്യേകം പറയുന്നത് എന്താ? ഇറ്റ് ഇൻക്ലൂഡ്സ് എനി പേയ്മെൻറ്റ് ഇൻ എനി പീരീഡ് ഓഫ് ഓതറൈസ്ഡ് ലീവ്, ലോക്കൗട്ട് ഓർ സ്ട്രൈക്ക് വിച്ച് ഈസ് നോട്ട് ഇല്ലീഗൽ ഓർ ലേ ഓഫ്. അപ്പം അതായത് ഇപ്പം ഓതറൈസ് ചെയ്യപ്പെട്ട എനിക്ക് കുറച്ച് ലീവുണ്ട്, ആ ലീവിൻ്റെ സമയത്ത് എനിക്ക് കിട്ടുന്ന വേജസും എനിക്ക് കിട്ടുന്ന പൈസയും, അതേപോലെ തന്നെ ഒരു ലോക്കൗട്ട് ഉണ്ടായി, ഒരു സമരം ഉണ്ടായി, തൊഴിലാളി സമരം ഉണ്ടായി, അപ്പോൾ ആ സമയത്തൊക്കെ അത് ഇല്ലീഗലാണെങ്കിൽ കിട്ടില്ല, ഇല്ലീഗൽ അല്ലാതെ ഞാൻ ചെയ്യുന്ന സമരവും അതുപോലെ ലോക്കൗട്ടിൻ്റെ സമയത്തുള്ള ഒക്കെ വേജസ് എല്ലാം ഒക്കെ എനിക്ക് കിട്ടുന്ന കൂലിയൊക്കെ എന്തിൽ പെടുന്നു? വേജസിൽ പെടുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ വേജസ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിൻ്റെ പരിധിയിൽ വേജസ് എന്ന് പറയുന്നതിൽ പെടാത്തത് എന്തൊക്കെയാണെന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, കോൺട്രിബ്യൂഷൻ പേ ടു ദ പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ പെൻഷൻ ഫണ്ട്. അപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട് എന്ന് പറയുന്ന 2 ഫണ്ടിലേക്ക് നമ്മളൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാനുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പോൾ നമ്മളത് പഠിക്കും, കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് വരുന്നുണ്ട്. അപ്പം പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട് ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? വേജിൻ്റെ ഡെഫിനേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ എന്താ? ട്രാവലിംഗ് അലവൻസ് ഓർ വാല്യൂ ഫോർ ട്രാവലിംഗ് കൺസെഷൻ. ഇപ്പോൾ എൻ്റെ വർക്കിൽ ഒരുപാട് ട്രാവലിംഗ് ഇൻവോൾവ് ആണെങ്കിൽ ആ ട്രാവലിങ്ങിനുള്ള എനിക്ക് കിട്ടുന്ന എക്സ്ട്രാ അലവൻസും കൺസെഷനും ഒന്നും എന്തിൽ വരില്ല? വേജസിൽ വരില്ല എന്നുള്ളതാണ്. മൂന്നാമത്, സം പേ ടു ഡീഫ്രേ സ്പെഷ്യൽ എക്സ്പെൻസസ്. ഇപ്പം ട്രാവലിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ചിലപ്പോൾ ഒരുപാട് ദൂരെ പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ താമസിക്കേണ്ടി വരും, ഏതെങ്കിലും സ്ഥലത്ത് വല്ല ഹോട്ടലോ ലോഡ്ജിലൊക്കെ താമസിക്കേണ്ടി വരും, ഭക്ഷണത്തിനുള്ള പൈസ, ഇതൊക്കെ സ്പെഷ്യൽ എക്സ്പെൻസിൽ വരുന്നതാണ്. അപ്പം ഇതിനൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലം എടുക്കും. ഞാൻ പിറ്റേന്ന് ഫാക്ടറിയിലോ 2 ദിവസം കഴിഞ്ഞ് ഫാക്ടറിയിൽ എൻ്റെ ഓഫീസിലോ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എനിക്കിത് റീഇംബേഴ്സ് ചെയ്യാവുന്നതാണ് അല്ലേ? എനിക്ക് അവരുടെ നിന്ന് ഇത്ര, എനിക്ക് ലോഡ്ജിനോ താമസത്തിന് ഇത്ര ആയി, ഭക്ഷണത്തിന് ഇത്ര ആയി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ ആ എക്സ്പെൻസ് എനിക്ക് കിട്ടും. അതും എന്തിൽ പെടില്ല? വേജസിൽ പെടില്ല. കാരണം നമ്മളെ ചിലവിന് നമ്മളെടുത്ത പൈസ നമ്മൾ തിരിച്ചു വാങ്ങിക്കുക മാത്രമേ ചെയ്യുന്നത്. നാലാമത്തത് ഗ്രാറ്റുവിറ്റി പേയബിൾ ഓൺ ഡിസ്ചാർജ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്താണെന്നുള്ളത് പിന്നെ പറയും. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരുന്നില്ല? വേജസിൻ്റെ ഡെഫിനിഷനിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു കീ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്സെംപ്റ്റ് എംപ്ലോയി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് എക്സെംപ്റ്റ് എംപ്ലോയി? എൻ എംപ്ലോയി ഹൂ ഈസ് നോട്ട് ലയബിൾ അണ്ടർ ദിസ് ആക്ട് ടു പേ ദ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ESI ആക്ട് എന്ന് പറയുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്റ്റാണ്. അപ്പോൾ ആക്ടിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് ഇപ്പം ഞാനൊരു 21,000 രൂപയിൽ താഴെ മാസക്കൂലി വാങ്ങുന്ന ഒരാളാണ് ഞാനെങ്കിൽ, ഓക്കെ, എൻ്റെ എനിക്കൊരു എംപ്ലോയർ ഉണ്ട്, A എന്ന് പറയുന്നൊരു എംപ്ലോയർ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ മാസത്തെ 21,000 രൂപ ആ ഒരു വേജിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ഞാൻ എന്ത് ചെയ്യണം? ESI ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. ESI ഫണ്ട് അത് എന്തിനാണെന്നുള്ളത് പറയാം. ESI ഫണ്ടിലേക്ക് ഞാൻ മാറ്റി വെക്കണം. ഓക്കെ, അതേപോലെ എൻ്റെ എംപ്ലോയറും എനിക്ക് ആരാണോ ജോലി തന്നത്, എൻ്റെ ഫാക്ടറിയുടെ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിന് ഉടമ ആരാണോ അയാളും എന്ത് ചെയ്യണം? ഒരു നിശ്ചിത ശതമാനം എനിക്ക് വേണ്ടി എൻ്റെ ESI ഫണ്ടിലേക്ക് അയാളും മാറ്റി വെക്കണം. ഓക്കെ, അതാണ് ഇവിടെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. എൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇവിടെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. എൻ്റെ സ്ഥാപനത്തിന് ഉടമൻ്റെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എംപ്ലോയറാണ് അയാൾ. അപ്പോൾ ആ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനാണ്. എൻ്റെ ശതമാനത്തിനാണ് ഇവിടെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ് മാറ്റിവെക്കുന്നത്? ഇനി പിന്നീട് ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു, ഈ ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു, അങ്ങനെ സംഭവിക്കുമ്പം എനിക്ക് ഇൻഷുറൻസ് തുക കിട്ടാനും എനിക്ക് എൻ്റെ മെഡിക്കലായിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ കവറാകാനും, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, അപ്പോൾ ആ എക്സ്പെൻസൊക്കെ ഓട്ടോമാറ്റിക്കലി എന്താകും? ESI ആക്ടിൽ കവറാകും എന്നുള്ളത്. അതിന് വേണ്ടിയാണ് ഈ ESI ആക്ടിനെ കൊണ്ടുവന്നത്. കാരണം നിങ്ങൾ ആലോചിക്കൂ, സാധാരണ ഒരു ദിവസക്കൂലിക്കൊക്കെ വരുന്ന ഒരാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി വലിയൊരു ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നാൽ എവിടെ നിന്നുണ്ടാക്കും അയാൾ അത്രയും വലിയ പൈസ? അപ്പോൾ അതൊക്കെയാണ് ഈ ആക്ടിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ
ഏതൊക്കെ തരം എംപ്ലോയീസാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത്? അതായത് ഞാനൊരു എംപ്ലോയിയാണ്, പക്ഷേ ഞാൻ എൻ്റെ ESI ഫണ്ടിലേക്ക് എനിക്ക് ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഫണ്ടിലേക്ക് ആരിടും? എൻ്റെ എംപ്ലോയർ ഇടും. ഞാനിടേണ്ട ആവശ്യമില്ല, എൻ്റെ എംപ്ലോയർ ഇടും. അങ്ങനത്തെ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്നെ വിളിക്കുന്ന പേരാണ് എക്സെംപ്റ്റ് എംപ്ലോയി എന്ന്. കാരണം ഞാൻ ഇടേണ്ട ആവശ്യമില്ല, എൻ്റെ ഫണ്ടിലേക്കാണെങ്കിൽ പോലും ഞാൻ ഇടേണ്ട ആവശ്യമില്ല, എൻ്റെ എംപ്ലോയർ ഇടും. അതാരൊക്കെയാണ്? അതാണ് ഇവിടെ ഹൂ ഇസ് നോട്ട് ലയബിൾ അണ്ടർ ദിസ് ആക്ട് ടു പേ ദ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ അയാളുടെ പ്രത്യേകത ആണ് പറയുന്നത്, ഹൂസ് ആവറേജ് ഡെയിലി വേജ് ഇസ് ബിലോ ₹176. ഓക്കെ, അതായത് 176 രൂപയുടെ കുറവാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, എനിക്ക് എൻ്റെ സാലറി, ഡെയിലി സാലറി അല്ലെങ്കിൽ ഡെയിലി വേജ് എനിക്ക് ഒരു ദിവസം ഞാൻ ജോലി ചെയ്താൽ എനിക്ക് 176 രൂപയിൽ താഴെയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണ്ട, എൻ്റെ ഫണ്ടിലേക്ക് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. പക്ഷേ എനിക്കൊരു 177 രൂപ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു 200 രൂപ ദിവസക്കൂലി കിട്ടുന്ന ആളാണ് ഞാനെങ്കിൽ ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അതല്ല 175 രൂപയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ പോലും, 175 രൂപയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ പോലും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട. എൻ്റെ എംപ്ലോയർ ഈ താഴെ പറയുന്നത് പോലെ 3.25% എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫാമിലി മീൻസ് എന്താണ്? ഫാമിലിയുടെ ഡെഫിനേഷൻ, എ സ്പൗസ്. ഇതൊക്കെ നമുക്ക് ഓരോന്നെ കണ്ടു പോകണം. ഓക്കെ, എന്തൊക്കെയാണ് ഫാമിലിയിൽ ഉൾപ്പെടുന്നത്? കാരണം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, എംപ്ലോയീസിന് മാത്രമല്ല അയാളുടെ ഫാമിലിയും കൂടി കവർ ആവും എന്നുള്ളതാണ്. ഓക്കെ, എനിക്കിപ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു ഡെയിലി വർക്കറാണ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ ഞാൻ മാത്രമല്ല, എൻ്റെ ഹോൾ ഫാമിലി, എന്നെ ഡിപ്പെൻഡൻ്റ് കഴിയുന്ന ഹോൾ ഫാമിലിയാണ് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഫാമിലിനെ കൂടി കവർ ചെയ്യുക എന്നുള്ളത് ഈ ആക്ടിൻ്റെ ഒരു ലക്ഷ്യത്തിൽപ്പെടുന്നത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആക്ടിൻ്റെ എന്താ പറയുക, പ്രൊട്ടക്ഷനിൽ ഫാമിലിയും കൂടി കവേർഡ് ആണ്. അപ്പോൾ ആ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമുക്ക് ഒരുപാട് കുടുംബക്കാരുണ്ട്, അതൊക്കെയാണ് ഫാമിലി, അതൊന്നുമല്ല. അപ്പോൾ എന്താണ് ഫാമിലി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ ഇവിടെ പറയുന്നത്. ഒന്നാമത് സ്പൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യയാണെങ്കിൽ ഭർത്താവാണ്, ഭർത്താവാണെങ്കിൽ ഭാര്യ, അതിനാണ് സ്പൗസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി, ജീവിത പങ്കാളിയാണ് സ്പൗസ് എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്? എ മൈനർ ലെജിറ്റിമേറ്റ് ഓർ അഡാപ്റ്റഡ് ചൈൽഡ് അപ്പോൺ ദ ഹൂസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ ദ ഇൻഷുർഡ് പേഴ്സൺ. അതായത് മൈനർ ആയിട്ടുള്ള എന്ന് വെച്ചാൽ 18 വയസ്സ് താഴെയുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡോ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഒരു ചൈൽഡ്, ദത്തെടുത്ത ഒരു കുട്ടിയോ ആകണം. എങ്ങനെ? ഡിപ്പെൻഡൻ്റ് അപ്പോൺ ദ ഇൻഷുർഡ് പേഴ്സൺ. അതായത് ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാനാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ മാഡം, ഇൻഷുറർ ആരാണ്, ഇൻഷുർഡ് ആരാണെന്നൊക്കെ. ഇപ്പോൾ ഞാനൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ, എൻ്റെ പേരൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഞാനാണ് ഇൻഷുർഡ്, ഞാനാണ് ഇവിടെ ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഞാനൊരു തൊഴിലാളിയാണ്, എനിക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട്, ഞാനൊരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ, ESI ആക്ടിൽ ഞാൻ ചേർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഷുർഡ് പേഴ്സൺ ആണ്. അപ്പോൾ ഈ എന്നെ ഇൻഷുർഡ് പേഴ്സണെ ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്ന, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എൻ്റെ വീട്ടിലെ കുട്ടികൾ, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, ഞാൻ ദത്തെടുത്ത കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി അടക്കം എൻ്റെ ഫാമിലിയിൽ വരുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത് എന്താ പറയുന്നത്? എ ചൈൽഡ് ഹൂ ഈസ് ഓൺലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദ earnings of the insured person. Okay, അപ്പം and who is receiving education till he or she attains the age of 21 years. അതായത് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി എന്ന് പറയുന്നത് ഫുള്ളി എന്നെ ഡിപ്പെൻഡൻ്റ് ആണ്, എൻ്റെ ഏർണിങ്സിനെ ഡിപ്പെൻഡൻ്റ് ആണ് താനും. അതേപോലെ അയാൾ ഒരു എഡ്യൂക്കേഷൻ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ എഡ്യൂക്കേഷൻ റിസീവ് ചെയ്യുകയാണെങ്കിൽ മാത്രം 21 വയസ്സ് വരെ അയാൾ പെടും. എഡ്യൂക്കേഷൻ റിസീവ് ചെയ്യുന്ന സാഹചര്യം കൂടിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിലോ 18 വയസ്സ്, അതാണ് നേരത്തെ മേലെ പറഞ്ഞത് 18 മൈനർ എന്ന് പറയുന്നത്. അപ്പം മൈനർ 18 വയസ്സ് താഴെയുള്ള ആളുകളാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിലോ 19ാമത്തെ വയസ്സിൽ അയാൾ എൻ്റെ ഈ ഡെഫിനേഷൻ പ്രകാരം, എൻ്റെ മോനാണെങ്കിൽ പോലും ഈ ഡെഫിനേഷൻ പ്രകാരം എൻ്റെ ഫാമിലിയിൽ വരുന്നില്ല. ഓക്കെ, പക്ഷേ അയാൾ എഡ്യൂക്കേഷൻ റിസീവ് ചെയ്യുന്ന ആളാണെങ്കിലോ 21 വയസ്സ് വരെ അയാൾ ഫാമിലി എന്ന് പറയുന്ന ഡെഫിനേഷനിൽ വരുന്നുണ്ട്, അയാൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ആൻ അൺമാരീഡ് ഡോട്ടർ. അതായത് എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി അൺമാരീഡ് ആണെങ്കിൽ അതിന് പ്രായപരിധി ഒന്നും തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല. അൺമാരീഡ് ആണെങ്കിൽ അതിൻ്റെ ഫാമിലിയിൽ പെടുന്ന തന്നെയാണ്, ഒരു പ്രായപരിധിയും പറയുന്നില്ല. പിന്നെ പറയുന്നതോ, എ ചൈൽഡ് ഹൂ ഈസ് ഇൻഫേം ബൈ റീസൺ ഓഫ് എനി ഫിസിക്കൽ ഓർ മെൻ്റൽ അബ്നോർമാലിറ്റി ഓർ ഇഞ്ചുറി and he is wholly dependent on the earnings of the insured person so long as the infirmity continues. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്, ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, എന്തെങ്കിലും മെൻ്റലോ ഫിസിക്കലോ ആയിട്ടുള്ള അബ്നോർമാലിറ്റിയോ എന്തെങ്കിലും ഇഞ്ചറിയോ ആക്സിഡൻറ്റോ കാരണം അയാൾ ഒരു അസുഖ ബാധിതനാണ് അല്ലെങ്കിൽ ബാധിതയാണ് എങ്കിൽ അയാൾക്ക് ഒരു പ്രായപരിധിയും ഇല്ലാതെ എത്ര കാലത്തോളം, അത് എന്നെ ഡിപ്പെൻഡൻറ്റും, ഞാൻ ഇൻഷുർഡാണ്, ഞാനാണ് ഇവിടെ ഇൻഷുർഡ്, അപ്പോൾ എന്നെ ഡിപ്പെൻഡൻറ്റും ആണ് അയാൾ എങ്കിൽ, ഓക്കെ, അയാളെൻ്റെ കുട്ടിയാണ്, ഇയാളെന്ന്
പറയുന്നത് എൻ്റെ ചൈൽഡിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ചൈൽഡ് എന്നെ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് 30 വയസ്സുള്ള ഒരു ചൈൽഡ് ആണെങ്കിലും ശരി, ആൾക്ക് എന്തെങ്കിലും ഒരു അസുഖം കാരണം ഒറ്റക്ക് പലതും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമോ മാനസികമോ ശാരീരികമോ ആയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെങ്കിൽ അയാളും എന്തുതന്നെയാണ്, ആ അസുഖം ആ പ്രയാസം തുടരുന്നിടത്തോളം കാലം അയാൾ എൻ്റെ ഫാമിലിയുടെ ഈ ഡെഫിനിഷനിൽ വരുന്ന ആളും എൻ്റെ ഈ ഇൻഷുറൻസിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാവുന്ന ഒരാളുമാണ്. ഓക്കെ, dependent parents whose income from all sources doesn't exceed such income as may be prescribed by the central government. അതായത് എൻ്റെ പാരൻസ്, എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ പാരൻസ് എപ്പോഴാണ് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, ഹൂസ് ഇൻകം ഡസൻറ്റ് എക്സീഡ് ദ പ്രിസ്ക്രൈബ് ലിമിറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ ലിമിറ്റിൻ്റെ താഴെ മാത്രം, ആ ലിമിറ്റിൻ്റെ മേലെ വാങ്ങുന്ന സാലറി വാങ്ങുന്ന പാരൻസ് അല്ല, ആ ലിമിറ്റിൻ്റെ താഴെ മാത്രം ടോട്ടൽ ഇൻകം ഉള്ള എൻ്റെ പാരൻസ്. ഇപ്പോൾ സപ്പോസ് ഗവൺമെൻറ് പറഞ്ഞു ഒരു രൂപ എക്സ് എമൗണ്ട് എന്ന് പറയുന്ന രൂപ പറഞ്ഞു, ആ രൂപയിൽ കുറവ് മാത്രമാണ് എൻ്റെ പാരൻസിന് സാലറി ഉള്ള, വേജസ് ഉള്ള അല്ലെങ്കിൽ ഇൻകം ഉള്ളതെങ്കിൽ ഓക്കെ, അതേസമയം അവരെന്നെ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അവരും എൻ്റെ ഫാമിലിയിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറയുന്നത്, ഇൻ കേസ് ഓഫ് ദ ഇൻഷുർഡ് പേഴ്സൺ ഇസ് അൺമാരീഡ്, ഹിസ് ഓർ ഹെർ പാരൻസ് ആർ നോട്ട് അലൈവ്, എ മൈനർ ബ്രദർ ഓർ സിസ്റ്റർ ഹോൾലി ഡിപ്പെൻഡ് അപ്പോൺ ദ ഏർണിങ്സ് ഓഫ് ദ ഇൻഷുർഡ് പേഴ്സൺ. അതായത് ഞാൻ മാരീഡ് അല്ല എങ്കിൽ, എൻ്റെ പാരൻസ് ജീവിച്ചിരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അപ്പോൾ മാത്രം എൻ്റെ ഒരു മൈനറായിട്ടുള്ള ബ്രദറോ അല്ലെങ്കിൽ എന്നെ ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്ററോ എന്തിൽ പെടും, ഈ ഫാമിലി എന്ന് പറയുന്ന ഡെഫിനേഷനും പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നതിന് ബാക്കിയുള്ളൊന്നും ഫാമിലി അല്ല, ബാക്കിയുള്ള ആൾക്കാരും ഈ ആക്ട് പ്രകാരം ഫാമിലി എന്ന് പറയുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആ ഗ്രൂപ്പിൽ വരുന്നതല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ ആർക്കാണ് ആനുകൂല്യം ലഭിക്കുക എന്നുള്ളതാണ്, ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ് ഇത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു അസുഖം വന്നു, ഓക്കെ, അപ്പോൾ എനിക്ക് ക്ലെയിം കിട്ടും. പക്ഷേ എൻ്റെ പാരൻസ് എന്താ പറയുക, അവർ വളരെ കുറച്ചുകൂടി നല്ല വലിയ തൊഴിലുള്ള ആൾക്കാരാണ്, അവർക്ക് സ്വന്തമായിട്ട് വലിയ കൃഷിയുടെ കാര്യങ്ങളൊക്കെ വലിയ എന്താ പറയുക ഇൻകം കിട്ടാനുള്ള വഴിയുണ്ട് എങ്കിൽ പിന്നെ എനിക്ക് വേറെ ആരുമില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, ഒന്നുമില്ല. ഓക്കെ, ആകെയുള്ള പാരൻസാണ്, ബ്രദർ സിസ്റ്റർ ഒന്നുമില്ല. അപ്പം ആരും എൻ്റെ ഫാമിലിയിൽ ഡെഫിനേഷൻ വരുന്നില്ല എന്ന് ചുരുക്കം. ഓക്കെ, കാരണം എന്താണ്, കാരണം എൻ്റെ ആകെയുള്ളത് എനിക്ക് ജീവിച്ചിരിപ്പുള്ള പാരൻസാണ്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, മക്കളില്ല, ബ്രദറില്ല, സിസ്റ്ററില്ല, ഒന്നുമില്ല. അപ്പോൾ ആകെയുള്ള പാരൻസാണ്, അവർക്കാണെങ്കിൽ ഗവൺമെൻറ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇൻകം ഓൾറെഡി ഉണ്ട് താനും. അപ്പം എൻ്റെ ക്ലെയിം അല്ലെങ്കിൽ എൻ്റെ ഇൻഷുറൻസിൻ്റെ എന്താ പറയുക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായിട്ടുള്ള ഫാമിലി എന്ന് പറയുന്ന ഡെഫിനേഷനിൽ എനിക്ക് ആരുമില്ല എന്ന് ചുരുക്കം. അപ്പോൾ അതാണ് ആ അർത്ഥത്തിലാണ് ഫാമിലിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ കോൺട്രിബ്യൂഷൻ പീരീഡ് ആൻഡ് ബെനിഫിറ്റ് പീരീഡ് എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, എംപ്ലോയി ആകുന്ന ഞാനും എംപ്ലോയർ ആകുന്ന എൻ്റെ തൊഴിലുടമയോ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയോ എന്ത് ചെയ്യണം, ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊരു പീരീഡ് ഉണ്ട്. ഓക്കെ, എന്താണ് ആ പീരീഡ്? രണ്ട് പീരീഡ് ആക്കിയിട്ടാണ് കൊല്ലത്തിൽ വിഭജിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പീരീഡ് നിങ്ങൾ കാണുന്നത് പോലെ 1 ഏപ്രിൽ ടു 30th സെപ്റ്റംബർ, അതായത് ഒരു കൊല്ലത്തിൽ 1 ഏപ്രിൽ മുതൽ 30th സെപ്റ്റംബർ വരെയാണ് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പീരീഡിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുകയുടെ ക്ലെയിം എനിക്ക് എപ്പോഴാണ് വാങ്ങിക്കാൻ പറ്റുകയെന്ന് അറിയുമോ? അടുത്ത വർഷത്തിൽ. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു 2020 ഏപ്രിൽ 1 മുതൽ ഈ സെപ്റ്റംബർ 30 വരെ, അതായത് 3 ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ 30, അപ്പോൾ സെപ്റ്റംബർ 30 വരെ ഉള്ള ഈ പീരീഡിലാണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ ഈ പീരീഡിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ എമൗണ്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റുക അടുത്ത വർഷം 2021 ജാനുവരി മുതൽ ജൂൺ 30 വരെയാണ്. ആ പീരീഡിൽ ഞാൻ പൈസ അടിച്ചതിൻ്റെ ആനുകൂല്യം എനിക്ക് കിട്ടുക. ഓക്കെ, ഇനി ജൂലൈ മുതലുള്ള എന്തെങ്കിലും ആനുകൂല്യം എനിക്ക് കിട്ടണമെങ്കിലോ അത് കഴിഞ്ഞിട്ട് അടുത്ത ഈ വരുന്ന ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ ഞാൻ അടിച്ചിരിക്കണം. അപ്പം അതാണ് സെക്കൻഡ് പീരീഡ്. അപ്പോൾ സെക്കൻഡ് പീരീഡത്തെ ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ ഞാൻ പേ ചെയ്യുന്നതിൻ്റെ ആനുകൂല്യം എനിക്ക് എപ്പോഴാണ് എടുക്കാൻ പറ്റുക? 2021 ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ എടുക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഒരു ഹോൾ ഇയർ ആക്കുന്നതിന് പകരം 2 6 months പീരീഡ് ആക്കിയെന്ന് മാത്രമേ, വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെ കോൺട്രിബ്യൂഷൻ ഫസ്റ്റ് പീരീഡ്, കോൺട്രിബ്യൂഷൻ സെക്കൻഡ് പീരീഡ് എന്താണ് 1 ഒക്ടോബർ മുതൽ 31 മാർച്ച് വരെ. ബെനിഫിറ്റ് പീരീഡിൻ്റെ ഫസ്റ്റ് പീരീഡ് എപ്പോഴാണ്? 1 ജാനുവരി ഓഫ് ദ നെക്സ്റ്റ് ഇയർ ആണ്. 1 ജാനുവരി ഓഫ് ദ നെക്സ്റ്റ് ഇയർ ടു ദ ജൂൺ 30th. പിന്നെ സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത് ബെനിഫിറ്റ് പീരീഡിൻ്റെ സെക്കൻഡ് പീരീഡ് 1 ജൂലൈ ടു 31 ഡിസംബർ. ഓക്കെ, ഇനി എന്താണ് കോൺട്രിബ്യൂഷൻ റേറ്റ്? ഓക്കെ, കോൺട്രിബ്യൂഷൻ റേറ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ അത് വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഓരോ വർഷത്തിലും എന്ത് ചെയ്യും, കോൺട്രിബ്യൂഷൻ പീരീഡ് മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, കുറച്ച് മുന്നേ വരെ വേറെ കോൺട്രിബ്യൂഷൻ റേറ്റ് ആയിരുന്നു. അതേപോലെ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ 176 രൂപയാണ് ഡെയിലി വേജിൻ്റെ എന്താ പറയുക സീലിംഗ് എന്ന് പറഞ്ഞല്ലോ. ലൈക്ക് ഒരാൾക്ക് 176 താഴെ ആണെങ്കിൽ ഞാൻ എന്തടയ്ക്കേണ്ട പറഞ്ഞു, എൻ്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട പറഞ്ഞു. ഓക്കെ, അതേപോലെ എൻ്റെ കോൺട്രിബ്യൂഷൻ റേറ്റ് ഇതൊക്കെ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ റേറ്റ് എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, ഇത് ആസ് ഓഫ് നൗ കറക്റ്റ് റേറ്റാണ് ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കണം, എക്സാം എഴുതുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതൊക്കെ ഇപ്പോഴത്തെ ഉള്ളത് റോങ് ആണ്. ഓക്കെ, അപ്പം ഇപ്പം 1 ജൂലൈ 2019 മുതൽ കറൻ്റ്ലി ഇതുവരെയുള്ള റേറ്റ് എന്ന് പറയുന്നത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ 3.25ഉം എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ 0.75ഉമാണ്. ഓക്കെ, മുമ്പത് 4.75 എംപ്ലോയറും പിന്നെ എംപ്ലോയി 1.2575 ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് എന്താക്കി, എംപ്ലോയി വെറും 0.75%ഉം എൻ്റെ വേജിൻ്റെ 0.75% മാത്രം എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി, ESIയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. അതേസമയം തന്നെ എംപ്ലോയറോ എൻ്റെ വേജിൻ്റെ 3.25% അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, അത്രയും ശതമാനം അയാൾ ആ ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നാളെ ഭാവിയിൽ എനിക്കൊരു ഇൻഷുറൻസ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ലെയിം കിട്ടാനാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആ ഒരു പീരീഡ്, ഫോർ എക്സാമ്പിൾ April 1 ഇവിടെ മേലെ പറഞ്ഞിരിക്കുന്ന പോലെ April 1 മുതൽ 30th September വരെ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് പേയ്മെൻറ്റ് ഞാൻ അടിച്ചു. എന്നിട്ട് January 1 മുതൽ June 30 വരെ എനിക്ക് യാതൊരു അസുഖവും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അടച്ച തുക എന്തായി? അത് പോയി, അത്രയേ ഉള്ളൂ. എല്ലാ ഇൻഷുറൻസും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അതായത് അപ്പം നിങ്ങൾ ഇങ്ങനൊരു മറുവശം കൂടി ഉണ്ട്. അതായത് ഈ April 1 മുതൽ September 30th വരെയുള്ള പീരീഡിൽ ഞാൻ അടച്ചിരിക്കുന്ന തുക ഫോർ എക്സാമ്പിൾ വെറും ഒരു 5000 രൂപയാണെന്ന് വിചാരിക്കുക. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, ഓപ്പറേഷൻ വന്നു, അതിന് 50,000 രൂപ വരെ ചിലവായി. ഈ January to June 30 പീരീഡ് അത്ര രൂപ വരെ ചിലവായാൽ അതെനിക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി അതിനുണ്ട്. ഓക്കെ, അപ്പം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ, അസുഖമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കിട്ടില്ല, അത് പോയി എന്നേക്കുമായിട്ട് പോയി എന്നുള്ളതാണ്. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ സെക്ഷൻ 2A. അപ്പം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ രജിസ്ട്രേഷൻസ് നടക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെയാണ് ഏതൊക്കെ ഫാക്ടറീസിനാണ് ഈ ഒരു നിയമപരിധി വരുന്നത് നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ. പവർ ആദ്യം ഫസ്റ്റ് ഇൻസ്റ്റൻസ് 20 or more വിത്ത് പവർ, പിന്നെ ഒരുപാട് സെക്ഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ അവരൊക്കെ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അവരൊക്കെ സ്റ്റാറ്റ്യൂട്ടറി റെസ്പോൺസിബിലിറ്റിയാണ് എംപ്ലോയറിൻ്റെ. ഇങ്ങനൊരു ഫാക്ടറി നടക്കുന്നുണ്ടെങ്കിൽ അവർ ESIക്ക് ബാധകമായിട്ടുള്ള എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവരെന്ത് ചെയ്യണം, ഫാക്ടറി രജിസ്റ്റർ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, രണ്ടാമത് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് കമ്പൽസറി ടു ഗെറ്റ് ഓൾ എംപ്ലോയീസ് ഓഫ് ഫാക്ടറി ഇൻ എ ഫാക്ടറി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടു വിച്ച് ദിസ് ആക്ട് അപ്ലൈസ്. ദേ ഷുഡ് ഓൾസോ ബി രജിസ്റ്റേർഡ്. അതായത് അവരുടെ പ്രിൻസിപ്പൽ എംപ്ലോയർ എന്ന് വെച്ചാൽ ആ ഫാക്ടറിത്തെ എംപ്ലോയർ, എൻ്റെ എംപ്ലോയർ എന്ത് ചെയ്യണം, എൻ്റെ അടുത്ത് നിന്ന് ഒരു ഡിക്ലറേഷൻ ഫോം വാങ്ങണം. ഞാൻ ഇത്ര വേജസ് ആണ് മാസം വാങ്ങുന്നത്, ഞാൻ ESI ആക്ടിന് ഞാൻ എന്താ പറയുക, എനിക്ക് ആനുകൂല്യം ലഭിക്കേണ്ട ആളാണ് ഞാൻ. ഓക്കെ, ഞാൻ ഡിസേർവിംഗ് ആണ് എന്ന് പറയുന്നത് ഞാനൊരു ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്തിട്ട് എംപ്ലോയർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എംപ്ലോയർ എൻ്റെ അടുത്ത് വാങ്ങിയെടുക്കണം. അത് എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണ്. ഇത് ബാധകമായിട്ടുള്ള എല്ലാ ESI ബാധകമായിട്ടുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ അടുത്തുനിന്നും ഇങ്ങനൊരു ഫോം വാങ്ങിയെടുക്കുക, ഡിക്ലറേഷൻ ഫോം വാങ്ങിയെടുക്കുക, അത് ഗവൺമെൻറ്റിന് കൈമാറുക, അങ്ങനെ എന്നെ രജിസ്റ്റേർഡ് ആക്കുക എന്നുള്ളത്. പിറ്റേ മാസം മുതൽ ഞാൻ എന്തായി, ESI രജിസ്റ്റേർഡും ഞാൻ 21,000 രൂപ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ താഴെയാണ് വാങ്ങുന്നതെങ്കിൽ 176 രൂപയിൽ ദിവസക്കൂലി കൂടുതലാണെങ്കിലും ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാനും കൊടുക്കണം, എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ അയാളും കൊടുക്കണം എൻ്റെ ഫണ്ടിലേക്ക്. അങ്ങനെ ഓരോ എംപ്ലോയീസിൻ്റെ ഫണ്ടിലേക്കും ഇത് ചെയ്യേണ്ടതാണ് ഓരോരുത്തരുടെയും. ഓക്കെ, ഇനി സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് അപ് ടു ഡേറ്റ്. അപ്പം എന്തൊക്കെ കുറച്ച് രജിസ്റ്റേഴ്സ് കാര്യങ്ങൾ ഫാക്ടറിയിൽ വെക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് കാണുന്നത്? ഒന്ന്, രജിസ്റ്റർ ഓഫ് ദ എംപ്ലോയീസ്, അതായത് ഓരോ എംപ്ലോയീസ് എത്ര എംപ്ലോയീസ് ഉണ്ട്, എപ്പോഴാണ് ജോയിൻ ചെയ്തത്, അങ്ങനെയുള്ള ഓരോ എംപ്ലോയീസിൻ്റെ കറക്റ്റ് രജിസ്റ്റർ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്നാമത്തത്. രണ്ടാമത്തത് പറയുന്നത് ആക്സിഡൻറ്റ് ബുക്ക് ഇൻ വിച്ച് എവറി ആക്സിഡൻറ്റ് ടു എംപ്ലോയീസ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇസ് റെക്കോർഡഡ്. അതായത് ഓരോ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ, എത്ര ചെറിയൊരു ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും ആ ആക്സിഡൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം ആ ആക്സിഡൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കുണ്ട്, അതാണ് ആക്സിഡൻറ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പം അതും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. മൂന്നാമത്തത് പറയുന്നത് ഇൻസ്പെക്ഷൻ ബുക്ക്. നമ്മൾ കഴിഞ്ഞ ആക്ടിൽ ഇൻസ്പെക്ടറിനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഫാക്ടറീസ് ആക്ടിൽ. അപ്പോൾ ഇൻസ്പെക്ടർ വന്നാൽ അയാൾ ചെക്ക് ചെയ്യുന്ന ബുക്കിനാണ് ഇൻസ്പെക്ഷൻ ബുക്ക്. അപ്പോൾ എപ്പോഴൊക്കെ ഇൻസ്പെക്ഷൻ വന്നു, ആരാ ഇൻസ്പെക്ഷൻ വന്നത്, ആരാ ചാർജ് ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നൊരു ബുക്ക് ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം. ഈ 3 ബുക്സും. ഓക്കെ, ഈ 3 കാര്യങ്ങൾ. അപ്പം എംപ്ലോയിയുടെ രജിസ്റ്റർ, ആക്സിഡൻറ്റ് ബുക്ക്, ഇൻസ്പെക്ഷൻ ബുക്ക്, ഇത് 3 പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് അഡ്മിനിസ്ട്രേഷൻ. ഹൂ ഈസ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദിസ് ഹോൾ തിങ്. ESI ആക്ട് നടപ്പാക്കുന്നത് ആരാണ്, എന്താണ്, എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, പോളിസീസ് മാറ്റുന്നതൊക്കെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? ദ സ്കീം ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ എ കോർപ്പറേറ്റ് ബോഡി കോൾഡ് ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അപ്പോൾ
എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ബോഡിയാണ് ഇതിൻ്റെ ഹോൾ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മെമ്പേഴ്സ് ആരാണ്? എംപ്ലോയീസ് ഉണ്ടാകും, എംപ്ലോയേഴ്സ് ഉണ്ടാകും, പാർലമെൻറ്റ് മെമ്പേഴ്സ് ഉണ്ടാകും, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാകും, മെഡിക്കൽ പ്രൊഫഷണൽസും ഉണ്ടാകും. അപ്പോൾ ഇത്രയും ആളുകൾ കൂടുന്നതാണ് എന്ത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സിംഗിൾ ബോഡി മാത്രമല്ല, ESIC ഈസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ പോളിസി പ്ലാനിംഗ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓവർസീസ് ഫംഗ്ഷനിങ് ഓഫ് ദ സ്കീം ത്രൂ എ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഡ്രോൺ ഫ്രം ദ മെയിൻ കോർപ്പറേറ്റ് ബോഡി. അപ്പോൾ മെയിൻ കോർപ്പറേറ്റ് ബോഡിയാണ് ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞത്, ESIC എന്ന് പറയുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഇത്രയും ആൾക്കാരൊക്കെ മെമ്പറായിട്ട് വേണമെന്ന് പറയുന്ന മെയിൻ ബോഡി. ഈ മെയിൻ ബോഡി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതിന് വേണ്ടി എന്തുണ്ടാവും? ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാവും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതായത് മെയിൻ ബോഡിയിൽ ഒരുപാട് ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരുപാട് ആളുകൾ ഇപ്പം മെമ്പർ ഓഫ് പാർലമെൻറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്, അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇപ്പോൾ അടിയിൽ പറയുന്നുണ്ട്, കോർപ്പറേഷൻ ഈസ് ഹെഡഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് ഇറ്റ്സ് ചെയർമാൻ. അപ്പം യൂണിയൻ ലേബർ മിനിസ്റ്ററായിട്ട് ഇപ്പോൾ ആരാണ്? സന്തോഷ് കുമാർ ഗാംഗ്വാറാണ് അല്ലേ. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരടക്കമുള്ള എല്ലാ ആളുകൾക്കും ദിവസമുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഇതിൻ്റെ ഒരു കോർപ്പറേറ്റ് ബോഡി ടോപ്പ് അപെക്സ് ബോഡിയാണ്. ഇതിൻ്റെ അടിയിലൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി വേണം. അതായത് ദിവസം നടക്കുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ ഓവർസീ ചെയ്യാൻ വേണ്ടി, സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവരിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു കമ്മിറ്റിനെ വീണ്ടും രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അവരാണ് പ്രൈമറി ഓവർസീ ചെയ്യാനും അതേപോലെ എന്താ പറയുക കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരെയാണ് റെസ്പോൺസിബിൾ ആക്കി വെച്ചിട്ടുള്ളതെന്നാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ പറയുന്നത്, ദ CEO ഓഫ് ദ കോർപ്പറേഷൻ ഇസ് ദ ഡയറക്ടർ ജനറൽ ഹൂ ഇസ് ഓൾസോ എൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദ കോർപ്പറേഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അപ്പം ഇതിൻ്റെ CEO എന്ന് പറയുന്നത് ഓൾറെഡി ഈ പുതിയ പുറത്തുനിന്ന് വന്നോടെ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓൾറെഡി ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഈ കോർപ്പറേഷനിലും ഉള്ള ഒരു ഒഫീഷ്യൽ മെമ്പർ തന്നെ ആർക്കേ ആകാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ഒരാൾക്ക് CEO ആകാൻ പാടുള്ളൂ എന്നാണ്. പിന്നെ ഇത് ESI ഹാസ് ബീൻ സെറ്റപ്പ് ഓൺ റീജിയണൽ ബേസിസ്. അപ്പം എല്ലാ സ്ഥലത്തും ഓരോ റീജിയൻ അനുസരിച്ച് തിരിച്ചിട്ട് അവിടേക്ക് ഒരു റീജിയണൽ ഡയറക്ടറിനെ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റീജിയണൽ ഡയറക്ടറിൻ്റെ അടിയിലിരിക്കുന്ന റീജിയണൽ ഓഫീസസ് ആണ് അവിടെ ആ ഏരിയയിലുള്ള എന്താ പറയുക ഇൻഡസ്ട്രീസിൻ്റെ, ഫാക്ടറീസിൻ്റെ, എംപ്ലോയീസിൻ്റെ ഒക്കെ കണക്കുകളും രേഖകളും റെക്കോർഡ്സ് എല്ലാം അവർ ലോക്കലി ഓരോ റീജിയൻ ബേസ്ഡ് ആണ് എന്ത് ചെയ്യുക, റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആർക്കാണ് ഇൻഷുർഡ്, എത്ര ഇൻഷുറൻസ് ക്ലെയിം കൊടുത്തു, എത്ര പൈസ വന്നു, എത്ര പോയി, ഇതൊക്കെ റീജിയണലി ആണ് കീപ്പ് ചെയ്യുക, റീജിയണൽ ഡയറക്ടറിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന 2 എക്സെപ്ഷനാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരാൾക്കൊരു മെഡിക്കൽ ഇഷ്യൂ ഉണ്ടായാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഒരു രോഗം ഉണ്ടായാലും എനിക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടും. ഞാൻ ആശുപത്രിയിൽ ആ ചിലവ് മൊത്തം ഈ ESI ആക്ടിൽ കവറാവും. എത്ര രൂപയാണെങ്കിലും അതിൽ കവറാവും. ആ കവറേജ് മൊത്തം വരുന്നത് ആരുടെ ചുമതലയിലാണ്? ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അത് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. പക്ഷേ ഡൽഹി, നോയിഡ, ഈ 2 റീജിയൻ, ഓക്കെ, ഡൽഹി എന്ന് പറയുന്നതും ഉത്തർപ്രദേശിലെ നോയിഡ എന്ന് പറയുന്നതും ആയിട്ടുള്ള ഈ 2 റീജിയനിൽ മാത്രം അത് ആരുടെ തന്നെ ചുമതല എന്നാണ് പറയുന്നത്? അത് രണ്ടും കോർപ്പറേഷൻ്റെ തന്നെ ചുമതല. കാരണം കോർപ്പറേഷൻ നേരിട്ട് ഭരിക്കുന്ന ആ 2 ഏരിയ ആണ്. ഓക്കെ, കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളെ കോർപ്പറേഷൻ അല്ല, ഈ പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കോർപ്പറേറ്റ് ബോർഡിനെ പറ്റിയിട്ടാണ് ഇവിടെ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആ കോർപ്പറേഷൻ അല്ല. ഓക്കെ, അപ്പോൾ ESIC എന്ന് പറയുന്ന കോർപ്പറേഷൻ തന്നെയാണ് ഡൽഹി, നോയിഡ എന്ന് പറയുന്ന 2 ഏരിയ. അവർ ഡയറക്റ്റ്ലി മെഡിക്കൽ ബെനിഫിറ്റ് പോലും അവർ ഡയറക്റ്റ്ലിയാണ് നോക്കുന്നത്. ബാക്കി എല്ലാ ഏരിയയിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് മെഡിക്കൽ ബെനിഫിറ്റ്സിൻ്റെ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.